ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരു ചുറ്റിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വൈക്കത്തിന്റെ ഹൃദയഭാഗമായി അറിയപ്പെടുന്ന വൈക്കം എറണാകുളം കവല ജംഗ്ഷൻ. വൈക്കം ബേസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ മലയാള സിനിമയിലും തന്നെ നമുക്കിത് ഈ ജംഗ്ഷൻ കാണാൻ. നമ്മുടെ നടനും സംവിധായകനുമായ മധുബാൽ ഉൾപ്പെടെ മറ്റു പല ഡയറക്ടേഴ്സും അവരുടെ ഇന്റർവ്യൂയിലൂടെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വൈക്കം ബേസ് ചെയ്തൊരു സിനിമ അവർ പ്ലാൻ ചെയ്യുമ്പോൾ വൈക്കത്തമ്പലത്തിന്റെ ഒരു ഷോട്ടെങ്കിലും മസ്റ്റായിട്ട് അവർ ആഡ് ചെയ്യുമെന്ന്. അത് അവർക്കും അവരുടെ പടത്തിനും ഒരു ലക്കി ആയിട്ടാണ് അവർ കാണുന്നതെന്ന്. നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് നമ്മുടെ എറണാകുളം കവലയിൽ നിന്ന് തലയോലപ്പറമ്പ് കോട്ടയം റൂട്ടിലോട്ട് പോകുമ്പോൾ വല്ലകം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ്. മലയാളത്തിൽ തന്നെ ഹിറ്റ് സിനിമകളായി മാറിയിട്ടുള്ള മായാമോഹിനി, പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ, ലവകുശ, റൺ ബേബി റൺ എന്നിങ്ങനെ ഒട്ടനവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായി എടുത്തു പറയേണ്ടത് നമ്മുടെ ലാലേട്ടൻ്റെ റൺ ബേബി റണ്ണിലെ ആറ്റുമണൽ പായലിൽ എന്നുള്ള പാട്ട് പൂർണ്ണമായി ചിത്രീകരിച്ചത് ഈ വീട്ടിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന മനോഹരമായ വീട് നമ്മുടെ എറണാകുളം കവലയിൽ നിന്ന് തലയോലപ്പറമ്പ് കോട്ടയം റൂട്ടിലൂടെ പോകുമ്പോൾ വടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ്. വൈക്കം എറണാകുളം കവലയിൽ നിന്ന് കൃത്യം 6 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ ഈ കാണുന്ന വീട്ടിലോട്ട് എത്താൻ സാധിക്കും. പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ, അതുപോലെ തന്നെ മായാമോഹിനി എന്നിങ്ങനെ ഒട്ടുമിക്ക സിനിമകളും ഷൂട്ട് ചെയ്ത വീടാണിത്. നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് വൈക്കത്ത് തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ലൊക്കേഷനായി മാറിയ വീടാണിത്. മലയാളത്തിൽ തന്നെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത മായാവി, പോക്കിരി രാജ, ചട്ടമ്പി നാട്, അതുപോലെ തന്നെ മോസാൻ ക്യാറ്റ്, 2020 എന്നിങ്ങനെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത വീടാണിത്. മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് വൈക്കക്കാരനായ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ട വീടുകളിലൊന്നാണിത്. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഒട്ടനവധി ഹിറ്റുകളും സമ്മാനിച്ച വീട് കൂടിയാണ് കേട്ടോ ഇത്. വൈക്കത്ത് നിന്ന് കോട്ടയം റൂട്ടിലോട്ട് പോകുമ്പോൾ വല്ലകം പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വീട് കാണുന്നത്. വൈക്കം എറണാകുളം കവലയിൽ നിന്ന് കൃത്യം 4 കിലോമീറ്ററാണ് ഈ വീട്ടിലോട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വൈക്കത്തുള്ള പാലക്കൽ തറവാടാണ്. നമുക്ക് ഈ പാലക്കൽ തറവാട്ടിലോട്ട് വൈക്കം എറണാകുളം കവലയിൽ നിന്ന് കൃത്യം 3 കിലോമീറ്റർ കൊണ്ട് എത്താൻ സാധിക്കും. ഏകദേശം 75ഓളം മലയാള സിനിമകളുടെ ലൊക്കേഷനായി മാറിയ വീടാണ് ഈ പാലക്കൽ തറവാട്. ഞാൻ ഈ പറഞ്ഞ 75ഓളം സിനിമകളും മലയാള സിനിമ കളക്ഷനിൽ വൻ കുതിപ്പ് സൃഷ്ടിച്ച, ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ ഓടിയിട്ടുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത വീടാണിത്. നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അമ്മ സംഘടനയുടെ ആദ്യ സിനിമയായ 2020 ഉൾപ്പെടെ ഒട്ടനവധി ഹിറ്റ് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ സിനിമകളും ഈ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വൈക്കത്ത് നിന്ന് കുമരകം വഴി കോട്ടയത്തേക്കും അതുപോലെ തന്നെ ബൺറോഡ് വഴി ആലപ്പുഴയിലേക്കും പോകുന്ന വഴി വൈക്കത്തിന് സമീപത്തായി തോട്ടുവക്കത്ത് ചേരിഞ്ചോടിനടുത്തായി കാണുന്നൊരു വീടാണ് ഈ കാണുന്നത്. മലയാളത്തിൽ സമീപകാലത്തായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ജൂൺ. രജിഷ വിജയൻ നായികയായി ജോജു ജോർജ്, അർജുൻ അശോകൻ എന്നിവർ ചേർന്ന് അഭിനയിച്ച ജൂൺ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ നല്ല ഹിറ്റായി മാറിയ സിനിമയാണ്. ആ സിനിമ കൂടുതലായി ഷൂട്ട് ചെയ്തത് നമ്മൾ ഈ കാണുന്ന വീട്ടിലാണ്. ജൂൺ സിനിമയ്ക്ക് പുറമെ 4ലധികം സിനിമകൾ ഈ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് ചേരിഞ്ചോട് പാലത്തിനോട് ചേർന്ന് തന്നെ നമ്മുടെ തോട്ടകം പള്ളിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വീടാണ്. വൈക്കത്ത് നിന്ന് വെറും 2.5 കിലോമീറ്റർ. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനും അതുപോലെ തന്നെ ജയസൂര്യയും ചേർന്ന് അഭിനയിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബത്തിലെ മണിച്ചേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ കാണുന്ന വീടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഒരു ഷൂട്ടിംഗ് സെറ്റ് നേരിട്ട് കാണുന്നതും ആർട്ടിസ്റ്റുകളെ നേരിട്ട് പരിചയപ്പെടുന്നതും ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്തായിരുന്നു അന്ന് ഈ വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുന്നത്. അന്ന് മണിച്ചേട്ടൻ എഴുതി തന്ന ഒരു ഓട്ടോഗ്രാഫ് ഇന്നും എൻ്റെ കയ്യിലുണ്ട്.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന സിനിമയ്ക്ക് പുറമെ ബാലനും രമ എന്നൊരു സീരിയലിന്റെ 150ഓളം എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിലാണ്.